വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും എല്ലാവർക്കും ക്രിസ്തയേശുവിൽ വന്ദനം അറിയിക്കുന്നു. ഹാർവസ്റ്റ് ടിവി ഒരുക്കുന്ന കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഞങ്ങൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഓരോ ദൈവത്തിൻ്റെ ദാസന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുമായിരുന്നല്ലോ. അത് നിങ്ങൾക്കേറെ അനുഗ്രഹമായി നിങ്ങൾ അറിയുന്നതിൽ വളരെ സന്തോഷം. ധാരാളം ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത് ദീർഘവർഷം കർത്താവിൻ്റെ വേലയിൽ സംഗീത ശുശ്രൂഷ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബാബു അവർകളാണ്. നമ്മൾ സാധാരണ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഒത്തിരി സഭകൾ സ്ഥാപിച്ച ദൈവദാസന്മാർ, പരസ്യങ്ങൾ നടത്തിയ ദൈവദാസന്മാർ ഇത്യാദി ഒത്തിരി അഭിഷക്തന്മാരെ പരിചയപ്പെടുത്തി. പക്ഷേ ഇന്ന് ഗാന ശുശ്രൂഷയിൽ കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും അതിൽ കൂടെ ആത്മാക്കളെ കർത്താവിനെ നേടിയ ഒരു ദൈവദാസ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ കർത്താവദാസനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും പരിചയമുണ്ട്. ക്രൈസ്തവ കയറിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും മാത്രമല്ല നോർത്ത് ഇന്ത്യയുടെ മണ്ണിലും തൻ്റെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുകയും ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ കർത്താവ് ഏൽപ്പിച്ച ഒരു സഭാപ്രവർത്തനം താൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തൻ്റെ ദൈവം തന്നിൽ കൂടെ ചെയ്യിച്ച കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോകുകയാണ്. എല്ലാവരെയും വീണ്ടും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് താങ്കളെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കഴിഞ്ഞ ദീർഘവർഷം ഏകദേശം 45 പരം വർഷങ്ങളായി കർത്താവിന് വേലായിരിക്കുന്ന താങ്കൾ ഞങ്ങളുമായി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ, ഞങ്ങളിന്ന് കുറച്ച് കാര്യങ്ങൾ പാസ്റ്ററുമായി ചോദിച്ചറിയാൻ പോകുകയാണ്. പാസ്റ്റർ, ആദ്യമായി പാസ്റ്റർ കർത്താവെങ്കിലേക്ക് വരുവാൻ, രക്ഷയിലേക്ക് വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കാമോ? രക്ഷയിലേക്ക് സ്തോത്രം വരുവാനുള്ള കാരണം എൻ്റെ പിതാവും മാതാവുമാണ് അതിന് കാരണം. അവർ പെന്തക്കോസ് അനുഭവത്തിൽ ഉള്ളവരായിരുന്നു. എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ ദൈവവചനം വായിക്കുകയും അതിൽ കൂടെ നിരവധി ദർശനങ്ങളും വെളിപ്പാടുകളും എനിക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. 8ാം സ്റ്റാൻഡേർഡ് പഠിച്ച് അതിന് ശേഷം ഞാൻ ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാനിടയായി. അവിടെ പോയി ഒരു ഇലക്ട്രിക്കിൻ്റെ ജോലിയാണ് നോക്കിയത്. അതിനുശേഷം ഒരു കമ്പനിയിൽ, ഇലക്ട്രോണിക്കിൻ്റെ ഒരു കമ്പനിയിൽ, IIC ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ കുറേ വർഷക്കാലം അവിടെ ജോലി ചെയ്യുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിരവധി സ്നേഹിതന്മാരെ എനിക്ക് ലഭിച്ചു. പക്ഷേ കിട്ടിയതെല്ലാം ദൈവമക്കളായിരുന്നു. അവിടെ ഞാനങ്ങനെ ഒരു താമസിക്കുന്ന റൂമിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അവിടെ പോകുമ്പോൾ എവിടെയാണ് ആരാധന, ആരെ എവിടെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്നേഹിതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ബോംബെ ധാരാവി എന്ന് പറഞ്ഞ സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് അവിടെ ഒരു പ്രവർത്തനമുണ്ട്, അവിടെ കിടന്നൊന്ന് ആരാധിക്കാൻ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അവരോടൊത്ത് ഞാൻ അവിടെ കടന്നു പോകാനിടയായി. 1977 കാലഘട്ടങ്ങളിൽ അവരോടൊത്ത് കർത്താവിനെ ആരാധിപ്പാനിടയായി. അവിടെയുള്ള സഹോദരങ്ങളും ദൈവദാസന്മാർ ചേർന്ന് അവിടെ ആ കാമരാജ് സ്കൂൾ എന്ന് പറയും, അവിടെ സുവിശേഷ യോഗങ്ങൾക്ക് നടത്തുവാനിടയായിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് പാടുവാനുള്ളതായ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിന് ഞാൻ അറ്റൻഡ് ചെയ്യുകയും
അവിടെ അന്ന് ദൈവജനം സൂക്ഷിപ്പാൻ കടന്നു വന്നത് പാസ്റ്റർ, ഇന്ന് കർത്താവ് നിദ്ര പ്രാപിച്ച പാസ്റ്റർ പി.ഡി. ജോൺസൺ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ആ വചനം വളരെ ശ്രദ്ധമായി എന്നെ ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വചന ശുശ്രൂഷ വളരെ അധികമായിട്ട് എന്നെ ആകർഷിച്ചു. അപ്പോൾ അതിനുശേഷം 2 ദിവസം പാസ്റ്റർ പി.ഡി. ജോൺസൺ ശുശ്രൂഷിച്ചു. ബാക്കി 2 ദിവസം പാസ്റ്റർ കോശി വൈദ്യനായിരുന്നു ശുശ്രൂഷിച്ചത്. അദ്ദേഹം ഇങ്ങനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് വളരെ ശക്തിയോടെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ തന്നെ ഭയമായി. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒടുവിൽ തന്നെ 1977 തന്നെ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ നേതൃത്വത്തിൽ പാസ്റ്റർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്ന ഇന്ന് മരിച്ചുപോയ പാസ്റ്റർ തോമസ് അവർകൾ, അദ്ദേഹം അണുശക്തി നഗറിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈക്കീഴെ ചെമ്പൂര് ചർച്ച് ബോർഡ് സഭയിൽ കടന്നുപോയി അവിടെ വെച്ച് സ്നാനപ്പെടുവാനിടയായി. അതാണ് എൻ്റെ ആരംഭ ഘട്ടമുള്ള എൻ്റെ അനുഭവങ്ങളല്ല. അതുപോലെ തന്നെ നല്ല ചെറുപ്പത്തിലെ കർത്താവിനെ സ്വീകരിച്ചു. അതെ, അതുപോലെ കർത്താവിൻ്റെക്ക് വേലയ്ക്ക് പൂർണ്ണ സമയം ഇറങ്ങേണ്ട കാരണങ്ങളും അത് എത്രാമത്തെ വയസ്സിലാണ് പാസ്റ്റർ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതും ഏത് മേഖലയിലാണ് പാസ്റ്റർ മിനിസ്ട്രിയിലേക്ക് വന്നതും എന്ന് ഷെയർ ചെയ്യാം. 17-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെടാനിടയായി. അതിനുശേഷം ആ കമ്പനിയിൽ ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇലക്ട്രോണിക് കമ്പനി ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി ദർശനങ്ങളും നിരവധി വെളിപ്പാടുകളും ദൈവശബ്ദവും എനിക്ക് കേൾപ്പാനിടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ 5-6 വർഷം ആ കമ്പനി ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു, നിന്നെ വിളിച്ചത് ഇവിടെ കമ്പനി ജോലി നോക്കുവാനല്ല, ദൈവജനത്തോട് കഷ്ടമയപ്പാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ദൈവശബ്ദം വിവരിക്കുകയുണ്ടായി. ഞാൻ വിചാരിച്ചു, ഇത്രയും അനുഗ്രഹീതമായ ഈ കമ്പനിയിൽ എനിക്ക് കിട്ടിയ അന്ന് AC-ക്കകത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ 1977 AC-ക്കകത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. എയർ കണ്ടീഷൻ ഘടിപ്പിച്ച ഒരു ഇലക്ട്രോണിക് കമ്പനിയിലാണ് ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. മാന്യമായ രീതിയിലുള്ള സാലറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് എങ്ങനെ, നാട്ടിൽ വന്നാൽ കഷ്ടമാണ്, പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ട്, അവരെയൊക്കെ പോറ്റണം, എങ്ങനെ ഞാൻ ഈ ജോലി വിടും? എന്നാൽ ദൈവശബ്ദം കേൾക്കുന്നു, എൻ്റെ വേല ചെയ്യണം. പല പ്രാവശ്യമായി ദൈവശബ്ദം ഉണ്ടായി. ഒരു ദർശനം, ഭയങ്കരമായ ദർശനങ്ങൾ തരുവാനിടയായി. പിന്നെയും ദൈവശബ്ദം ഉണ്ടായി, നീ ജോലി ഉപേക്ഷിക്കണം, എൻ്റെ വേല ചെയ്യണം, ദൈവജനത്തോട് കഷ്ടമയപ്പാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തില്ലേ എന്ന് പിന്നെയും ശക്തിയോടെ എന്നോട് വാദിക്കാൻ തുടങ്ങി. എനിക്ക് ആ ദർശനം തരുവാനിടയായി. ഒടുവിൽ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ഞാൻ അങ്ങനെ രാജിക്കത്ത് കൊടുത്തു. കാരണം 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടു. അത് അല്ല എങ്കിൽ എനിക്കറിയാം ദൈവത്തിലുള്ള ശിക്ഷ, ദൈവത്തിലുള്ള അടി എനിക്ക് ലഭിക്കുമെന്നുള്ള എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കർത്താവിൻ്റെ പ്രേരണയാൽ ഞാൻ ആ ജോലിക്ക് ഞാൻ റിസൈൻ ചെയ്തു. 1982 ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിൽ കടന്നു വരുവാനിടയായി. നാട്ടിൽ കടന്നു വന്നു. അങ്ങനെ അപ്പോൾ ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് പാടാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ബോംബെയിലായിരിക്കുമ്പോൾ ഞാനിവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആരാധിക്കുമ്പോൾ ആ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പാസ്റ്റർ തോമസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരു ചെറിയ ടീം അങ്ങനെ ഫോം ചെയ്തു. ഹാർമോണിയം ആണ് അന്ന്, ഹാർമോണിയം, ഗോങ്കോ, ഇതൊക്കെ ഗിറ്റാറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടെ ചില പ്രോഗ്രാമുകളൊക്കെ, കൺവെൻഷൻ പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്യാനിടയായി പല ഭാഗങ്ങളിലും. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും IPCയുടെയും കൺവെൻഷൻ യോഗങ്ങളിലെല്ലാം കടന്നുപോയി പാടാനുള്ള ഭാഗ്യം എനിക്ക്, അങ്ങനെ ബോംബെയിൽ വെച്ച് അങ്ങനെ അനേക കൺവെൻഷൻ വേദികൾ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പാസ്റ്റർ മെഡ്രാസ് D. മോഹൻ, സാറാൾ നവറോജി, ജീവാനന്ദം, BN സക്രിയ, P.D. ജോൺസൺ എന്ന് പറയുന്ന ദൈവദാസന്മാരുടെ വേദികൾ, പിന്നെ എനിക്ക് ധാരാളം വേദികൾ എനിക്ക് അവിടെ പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാനിടയായി. അതിനുശേഷമാണല്ലോ ഞാൻ 1982 ഞാൻ നാട്ടിൽ കടന്നു വരികയും
അപ്പോൾ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ ജസ്റ്റിൻ ആൽവിൻ, അദ്ദേഹം ഇവിടെ തെളിതേൻ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞ ഒരു സുവിശേഷ ടീം മേൽപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നപോലെ നല്ല പാടുന്ന ഒരു ബ്രദർ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ആ സമയത്ത് തെളിതേൻ ഗോസ്പൽ ടീം എന്ന് പറയുന്നത് അതൊരു സുവിശേഷ ടീം കൂടെയാണ്, അതിൻ്റെ ഒരു വിങ് ഇത് മ്യൂസിക് ടീമുമാണ്. അപ്പോൾ അന്ന് ഹാർമോണിയം വായിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച മാസ്റ്റർ രാജൻ അവർകൾ മാറപ്പാടി, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ തബല വായിക്കുന്ന ജയൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ കീബോർഡ് വായിക്കുന്ന രാജേഷ്, ഇന്നറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, നല്ല കീബോർഡിസ്റ്റാണ് രാജേഷ്. ഞങ്ങളങ്ങനെ ചേർന്നു, ഞാനും കൂടെ ചേർന്ന് അങ്ങനെ ആ ടീമിൽ ജോയിൻ ചെയ്യുകയും അന്ന് മേൽപ്പുറം തമിഴ്നാട്ടിലെ കന്യാകുമാരിയുടെ ജില്ലയിലും നെയ്യാറ്റിൻകര താലൂക്കിൽ നിരവധി കൺവെൻഷൻ വേദികൾ പാടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുവാൻ ഇടയായി. സ്തോത്രം. പിന്നെ തുടർന്ന് ആ ടീമിൽ തന്നെ നീണ്ട 13 വർഷക്കാലം ഞങ്ങൾ ടീമായിട്ട് തെളിതേൻ മ്യൂസിക് ടീമായിട്ട് ഞങ്ങളങ്ങനെ പാടുവാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാകുന്നു 1984 എൻ്റെ വിവാഹം നടക്കുവാനിടയായി. 85 കാലഘട്ടത്തിൽ എൻ്റെ കൂടാരത്തിൽ ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചതായ പാസ്റ്റർ PV ആശാരി അവർ എൻ്റെ ഭവനത്തിൽ വരികയും എന്നോട് പറഞ്ഞു, നിങ്ങൾ തെളിതേൻ സംഘം എന്നാണ് അദ്ദേഹം പറയാറുള്ളത്, തെളിതേൻ സംഘം ഞാൻ ശുശ്രൂഷിക്കുന്ന വേദികൾ കടന്നു വന്ന് പാടാമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വേദികളിൽ നീണ്ട 5-5.5 വർഷക്കാലം അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തും നമ്മളെ തിരുവനന്തപുരം ജില്ലയിലും വടക്കോട്ടുള്ള ജില്ലകളിലും നിരവധി വേദികളിൽ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ കടന്നുപോയി പാടുവാനുള്ളതായ വേദികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആയിരങ്ങൾ 10,000 മധ്യേ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന വേദിയിൽ എനിക്ക് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളെ തെളിതേൻ ഗോസ്പൽ ടീം അങ്ങനെ പാടി. അദ്ദേഹം അമേരിക്കയിൽ പോയതിന് ശേഷം പിന്നെ അദ്ദേഹം കടന്നു വന്നിവിടെ മഹനീയം ഗോസ്പൽ ടീം രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ആ ടീമിനോട് പിന്നെ സഹകരിക്കാൻ ഒത്തില്ല. അത് എൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ വേദിയിൽ പാടി അതൊരു മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതെ പാസ്റ്റർ PV ആശാരി എന്നുള്ള ശ്രേഷ്ഠനായ ദൈവദാസൻ്റെ കൂടെയൊക്കെ കർത്താവിന് വേലിച്ചുവാൻ ദൈവം തന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ പാസ്റ്റർ നിങ്ങൾ ബോംബെയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് മറ്റ് ഏതൊക്കെ ടീമുമായിട്ട് ചേർന്നാണ് നിങ്ങൾ ഈ ശുശ്രൂഷ എന്ന് വെച്ചാൽ ഏതൊക്കെ ദൈവദാസന്മാരുമായിട്ടൊക്കെ ചേർന്ന് അതിനെക്കുറിച്ച് പറയാം. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ച പാസ്റ്റർ KL ഷണ്ണി അവർകളാണ്. അദ്ദേഹം ഒരു ടീം ഫോം ചെയ്യുവാനിടയായി. 1900 എനിക്ക് തോന്നുന്നു ഒരു 80 കാലഘട്ടങ്ങളിൽ നിന്നാണ് തോന്നുന്നത്, സർവൻ്റ് ഗോസ്പൽ ടീം. ആ ടീമിനോടും ഞാൻ കുറേ വർഷക്കാലം ചേർന്ന് പ്രവർത്തിപ്പാനിടയായി. സർവൻ്റ് ഗോസ്പൽ ടീമിൽ ഷണ്ണി പാസ്റ്ററുടെ നിരവധി വേദികളിൽ പാടുവാനും അദ്ദേഹത്തിൻ്റെതായ പ്രസംഗം കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി വേദിയിൽ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കൂടാതെ അന്നൊക്കെ പിന്നീട് ഞങ്ങളുടെ ഈ തെളിതേൻ ടീമും ഈ സർവൻ്റ് ഗോസ്പൽ ടീമും എന്ന് വേണ്ട കാട്ടാക്കട AG കോർ എന്ന് പറഞ്ഞ കർത്താവ് നിദ്ര പ്രാപിച്ച പാസ്റ്റർ ഫിലിപ്പ് അവർകൾ രൂപീകരിച്ച കാട്ടാക്കട AG കോർ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ വിക്ടർ ഫിലിപ്പാണ് ആ AG കോർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ടീമാകുന്നത് AG കോർ എന്ന് പറഞ്ഞാൽ ആ ടീം അന്നുണ്ട്. അതുകൂടാതെ BMC എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായിരുന്നു. അതിനോടും അങ്ങനെ എനിക്ക് പ്രവർത്തിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നിരവധി ആദ്യകാല ടീമുകളുടെ അല്ലേ, പ്രത്യേകിച്ച് KL ഷണ്ണി പാസ്റ്റർ അവരുടെ സർവൻ്റ് ഗോസ്പൽ ടീം അല്ലേ, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന പാസ്റ്റർ ജസ്റ്റിൻ ആൽവിൻ അവരുടെ തെളിതേൻ ഗോസ്പൽ ടീം. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ കൂടെ, ആ ആരംഭകാലങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പോലെ ആയിരുന്നോ അതോ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നോ? അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഷെയർ ചെയ്യാം. ഇന്നേക്ക് 45 വർഷങ്ങൾക്ക് ഉള്ള കാലഘട്ടം നമ്മൾ പറഞ്ഞാൽ അന്ന് ഇത്രമാത്രം ബസ് സൗകര്യങ്ങളൊന്നുമില്ല, യാത്രാ സൗകര്യങ്ങളൊന്നുമുള്ള കാലഘട്ടമല്ല. ഒന്ന് ഈ മീറ്റിങ്ങിലേക്ക് പകൽ ഞങ്ങൾ ഗോസ്പൽ ടീം ട്രാക്റ്റ് വിതരണവും
മലകളും കുന്നുകളും കയറിയിറങ്ങി, ഗ്രാമങ്ങളും വലിയ വലിയ മലകളെല്ലാം കയറിയിറങ്ങി പകൽക്കാലം ഈ ചൂടൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ സുവിശേഷ പ്രവർത്തനം നടത്തുമായിരുന്നു. അന്ന് നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, നല്ല ഭവനങ്ങളൊന്നും ആ കാലഘട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമായിരുന്നു. നിരവധി സ്ഥലങ്ങളെല്ലാം കിലോമീറ്ററോളം നടന്നാണ് ഞങ്ങൾ കർത്താവിൻ്റെ അതൊക്കെ നല്ല ആഹാരം പോലുമില്ല. അന്ന് കൺഷ്യയോഗങ്ങളൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന കപ്പയും ചമ്മന്തിയുമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെയുള്ളതായ ഒരു അനുഭവമല്ലായിരുന്നു. അന്ന് വളരെ ത്യാഗത്തോടെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരൊക്കെ എല്ലാം നെഞ്ചും നെറ്റിയും കൊടുത്ത് കർത്താവിന് വേണ്ടി അങ്ങ് രംഗത്തിറങ്ങി. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ നിരവധി വേദിയിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയും, പ്രസംഗത്തിൽ പറയും, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അന്ന് അങ്ങനെ ഒരു ത്യാഗമായിരുന്നു. അന്ന് നമ്മൾ ധനം നോക്കിയോ മറ്റുള്ള ഇതൊന്നും നോക്കിയല്ല, അങ്ങ് സുവിശേഷവേലയ്ക്ക് അങ്ങ് ഇറങ്ങിയാണ്. ഗ്രാമം തോറും മലകൾ തോറും കുന്നുകളും എല്ലാം കയറി ഇറങ്ങി അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വൈകുന്നേരം ഞങ്ങൾ തന്നെ സ്റ്റേജെല്ലാം വെച്ച് കെട്ടി ഞങ്ങൾ തന്നെ സുവിശേഷ യോഗങ്ങൾ അങ്ങ് നടത്തുക പതിവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിന് ശേഷം ചില വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ CJ മനുവേൽ അവർകൾ ഞങ്ങളോടൊത്ത് നിരവധി വേദിയിൽ ഞങ്ങളോടൊത്ത് ശുശ്രൂഷിപ്പാനിടയായിട്ടുണ്ട്. CJ മനുവേൽ അദ്ദേഹം, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി, പിന്നെ നിരവധി പാസ്റ്റർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർ ലാസർ വി മാത്യു, അവരുടെയൊക്കെ നിരവധി വേദിയിലൊക്കെയും പോയി കടന്നുപോയി. അവിടെ വേദിയിലൊക്കെ സൃഷ്ടിപ്പാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ നിരവധി കഷ്ടപ്പാടുകളും ഒക്കെ വളരെ അനുഭവിച്ചു. യാത്ര വളരെ മൈലോളം കിലോമീറ്ററോളം നടന്നാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തലയിലൊക്കെ എടുത്തുകൊണ്ട് ഹാർമോണിയവും ഈ ഉപകരണം എല്ലാം തലയിൽ ചുമ്മിക്കൊണ്ടാണ് ഞങ്ങൾ കുന്നുകളും കയറി ഇറങ്ങി ഞങ്ങൾ അന്ന് പ്രവർത്തിച്ചത്. ഇന്നത്തെ പോലെയൊന്നും അല്ല. ഇന്നാണെങ്കിൽ നല്ലവിധ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് അങ്ങനെയുള്ള ഇത് ഹാർമോണിയവും ഈ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് തമ്പേർ വരെ സൈഡറും അടിച്ചൊക്കെയാണ് അന്നൊക്കെ ഞങ്ങൾ പാടി, കൺഷ്യ വേദിയിൽ പാടി. അതൊരു അനുഗ്രഹമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു. അതും പറഞ്ഞാൽ പോലും അത് പലപ്പോഴും ഞങ്ങൾ ആനന്ദക്കണ്ണീർ ഒഴിക്കാറുണ്ട്. അന്ന് ശുശ്രൂഷ തുടങ്ങുമ്പോൾ 6 മണിക്കാണ് ശുശ്രൂഷ തുടങ്ങുന്നു, ഒരു കൺഷ്യവും തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജനം 5 മണിക്ക് സ്റ്റേജിൽ വരും. ജനങ്ങൾ വരും, പാട്ട് കേൾക്കാൻ വേണ്ടി വരും. 5 മണിക്ക് വന്ന് തറയിൽ വന്നിരിക്കും. അന്ന് ഓലക്കീറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അവരതും നോക്കാതെ അന്ന് 5 മണിക്ക് പാട്ട് കേൾക്കാനും വന്നിരിക്കും. അന്ന് 5 മണി മുതൽ ഇന്നാണ് 9 മണി, അന്ന് 9 മണിയില്ല, 10 മണി, 11 മണി വരെ ആയിട്ടുണ്ട്. ആശ്രമ സ്റ്റേജൊക്കെ 11 മണി വരെ ആയിട്ടുണ്ട്. അന്ന് ജനം ഇരിക്കും. ഒരു സൂചി വീണാൽ എടുക്കാം. അന്നത്തെ അത്രയ്ക്കും ആയിരങ്ങൾ, 10,000 അന്ന് വന്നു ഞങ്ങളുടെ ഗാനങ്ങൾ കേൾക്കാനും അന്ന് ഈ സുവിശേഷങ്ങൾ കേൾക്കുവാനും ഇവരുടെ അനുഭവങ്ങൾ കേൾക്കുവാനും സാക്ഷ്യം കേൾക്കാനും അന്നൊരു ഇങ്ങനെ ജനത്തിന് വലിയൊരു ഉത്സാഹവും ദാഹവും ഉണ്ടായിരുന്നു. ആ അനുഭവം ഇന്ന് കാണാനില്ല. സ്തോത്രം. പക്ഷേ അതുപോലെ ഇത്രയും ത്യാഗം സഹിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ സഭകളില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു. സഭകൾ ഇല്ലാതെ ഇന്ന് സഭകൾ ലളിതൻ ഗോസ്ബൽ ടീമിന്റെ ലേബിൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ സഭകൾ ഞങ്ങൾ ഫോം ചെയ്തു. ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ഓരോ ഇതിലേക്ക് വേണ്ടി വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഇത് വ്യർത്ഥമായി തീർന്നില്ല. ഇല്ല, ഒരുപാട് സ്ഥലങ്ങൾ സഭ സ്ഥാപിക്കാനായിട്ട്. ആമേൻ. അതാണല്ലോ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. പാസ്റ്റർ, അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് ഞങ്ങൾ മനസ്സിലാകുക. അതുപോലെ പാസ്റ്റർ, ഇത്ര നിങ്ങൾ കഷ്ടപ്പാടുകൾ ഒക്കെ വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ദൈവം നല്ലവണ്ണം ദൈവനാമത്തിൻ്റെ പാടുവാൻ കഴിവുകളും കൃപകളും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റെന്തെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ടോ? സെക്കുലറിൽ ഗാനമേളയിലോ സിനിമകളിലോ പാടാൻ വേണ്ടി അതുപോലെ ഒത്തിരി ഒത്തിരി കാശുകൾ തരാം എന്നൊക്കെ പറഞ്ഞ് പാസ്റ്ററിനെ ക്ഷണിച്ചിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഗാനമേളയ്ക്ക്, ഈ ലോകപ്രകാരമുള്ള ഗാനമേളയ്ക്കെല്ലാം പാടാൻ അനേകർ വന്ന് എന്നെ വിളിച്ചു.
അനേക ടീമുകൾ വന്നെന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. ഞാൻ ഇവിടെ കർത്താവിനെക്കുറിച്ച് പാടിയിട്ടു അവിടെ വന്നു മറ്റുള്ള ഗാനം പാടുവാൻ ഞാൻ വരത്തില്ല. ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പാടുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ നിരവധി ഓഫറെല്ലാം ഞാനിത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഞാനങ്ങനെ പാടിയിട്ടില്ല. അങ്ങനെ സിനിമ പാട്ടുകളോ അങ്ങനെ ഒന്നും പാടാൻ ഇതുവരെയും കൃപയാൽ എനിക്കിടയായിട്ടില്ല. ഇപ്പോഴും കർത്താവിന് വേണ്ടി തന്നെ, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന കർത്താവിന് വേണ്ടി തന്നെ, അവസാന ശ്വാസം വരെയും. പിന്നെ ഇടയ്ക്ക് ഒരു പോയിലൂടി വിട്ടുപോയെന്ന് വെച്ചാൽ, അതിനുശേഷം തെളിയൻ ഗോസ്പൽ ടീം അത് നിന്നപ്പോൾ പിന്നെ ഞങ്ങൾ 26 വർഷം കൊണ്ട് ഞങ്ങൾ ബദേൽ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോം ചെയ്തു. ബദേൽ ഗോസ്പൽ ടീം അറിയാനും നമ്മുടെ ഉണ്ടങ്കോടുള്ള സനൽകുമാർ, നമ്മുടെ ജോയി എന്നുള്ള സഹോദരങ്ങൾ ഞങ്ങൾ ചേർന്നു. ഇന്നും ആ ബദേൽ ഗോസ്പൽ ടീം ഇന്നും നിലനിന്ന് പോകുന്നു. ഇതിൽ എൻ്റെ മൂത്ത മകനായിരിക്കുന്ന നെബു എല്ലാം ഈ ഞങ്ങളോടത് ഗാനസ്വാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഈ മ്യൂസിക് ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് വേണ്ട പല നോർത്ത് ഇന്ത്യയിലും പല ജില്ലകളും കടന്നുപോയി ഇന്നും ഞങ്ങൾ ബദേൽ ടീമായിട്ടും ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 26 വർഷം വരെ ആയിട്ടുണ്ട്. താങ്ക് യു പാസ്റ്റർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, പാസ്റ്ററിൻ്റെയൊക്കെ ദൈവത്തിലെടുത്ത തീരുമാനം കർത്താവിന് വേണ്ടിയേ പാടത്തുള്ളൂ. അതെ, അത് നിങ്ങളുടെ തലമുറകളും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കും. അതെ. പക്ഷേ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒട്ടനവധി തലമുറകൾ അവരുടെ കഴിവുകളും താലന്തുകളും മറ്റ് പലതിനും ഉപയോഗിക്കുന്നതായിട്ട് പാസ്റ്ററിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അതിന് കാരണം എന്താണ്? കലപ്പമേൽ കൈവച്ചവൻ പുറന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, എങ്കിൽ അവൻ്റെ ഉഴവുചാൽ തെറ്റിപ്പോവും. സ്തോത്രം. മാമോനെയും ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ല. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം, ഞാൻ നല്ല സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു. 1975, 80, 82 കാലഘട്ടം വരെയും. പക്ഷേ ഞാൻ ഈ തെളിയൻ ഗോസ്പൽ ടീമിലോട്ട് പാടാൻ വന്നപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ 4 ദിവസം പാടുമ്പോൾ എനിക്ക് കിട്ടുന്നത് 50 രൂപയാണ്. 4 ദിവസം പാടിയിട്ട് വരുമ്പോൾ കിട്ടുന്നത് 50 രൂപ, ചിലപ്പോൾ 100 രൂപയായിരിക്കും. എങ്കിലും അത് ഞാൻ വിലയേറിയതെന്ന് എണ്ണി. കാരണം അത് പാവപ്പെട്ട ദൈവമക്കൾ ടാപ്പിംഗ് ചെയ്തും എന്ന് വേണ്ട മറ്റുള്ള അധ്വാനിച്ചു പറമ്പിൽ പണിയെടുത്തും മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന ആ കാശ് അത് വലിയ അന്ന് 50 പൈസ, 25 പൈസ, 1 രൂപയാണ് അന്ന് സ്തോത്ര കാഴ്ച കിട്ടുന്നത്. ആ ചില്ലറയാണ് ഞങ്ങൾക്ക് എണ്ണിത്തരുന്നത്. അത് ഞാൻ ഒരു കിഴിയായിട്ട് വരും. 50 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇത്രയുള്ള ഒരു കിഴിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ പിന്നെ 84 മുതലുള്ള കാര്യം, 84 എൻ്റെ ഭാര്യയെ കൊണ്ടൊക്കെ ഞാൻ കൊടുക്കും എൻ്റെ കിഴി. ഇത് ഇന്ന് ഞാൻ 4 ദിവസം പാടിയപ്പോൾ എനിക്ക് കിട്ടിയതായ പ്രതിഫലമാണ്. നോട്ടൊന്നും വന്ന് ചില വേദി നോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അനുഭവം. പക്ഷേ എങ്കിലും ദൈവം ദർശനം തന്നു, ദൈവ കാഴ്ച. ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത്, മനുഷ്യനല്ല എന്നെ വിളിച്ചത്. ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത്. എന്നെ അവസാനത്തോളം നടത്തുവാൻ ശക്തനായ കരുത്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അങ്ങനെയുള്ള ദർശനം വെളിപ്പാട് തന്നു. അതുകൊണ്ട് എൻ്റെ മരണം കൊണ്ടും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് വന്നാലും ഇത് വിട്ട് വേറൊരു കളി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴുള്ള നോക്കിയാൽ ഭൗതികത്തിനു വേണ്ടി കാരണം ഇതിനോട് വന്നാൽ നമുക്കറിയാം ഇത് ത്യാഗമുള്ളതാണ്. ത്യാഗത്തിൻ്റെ വേലയാണല്ലോ സുവിശേഷ വേല. മറ്റുള്ളതായ ഗാനമേളയ്ക്കൊക്കെ നമ്മൾ പോയൊക്കെ എല്ലാം പാടിയാലൊക്കെ ധാരാളം കാശ് കിട്ടും. ഇവിടെ ഈ ആത്മീയ ഇതിൽ നിന്നാൽ നമുക്ക് വളരെ തുച്ഛമായ രീതിയിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നുള്ള ചില കലാകാരന്മാർ ചിന്തിക്കും, ഇവിടെ നിന്നാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്, മറ്റേ ഇന്നടത്തൊക്കെ പോയാൽ ഗാനമേള ട്രൂപ്പിൽ പോയാൽ അവിടെ പോയി പാടിയാൽ ഞങ്ങൾക്ക് ധാരാളം കാശുകൾ കിട്ടും, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, ഞങ്ങൾക്ക് വണ്ടി വാങ്ങാം, നമുക്ക് ബൈക്ക് വാങ്ങാം, ഞങ്ങൾക്ക് വീട് വയ്ക്കാം എന്നൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ അവർ അവിടെയും പോയി പാടും, ഇവിടെയും പാടുന്ന ചില സഹോദരങ്ങൾ എനിക്കും അറിയാം. അങ്ങനെ ഇന്നുണ്ട്. കൃപയാൽ എനിക്ക് അങ്ങോട്ട് പോകുവാൻ ഇതുവരെയും ദൈവം എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിനും ഇതുവരെയും അങ്ങനെ പോകാനുള്ള ഇതുവരെയും ദൈവം അനുവദിച്ചിട്ടില്ല. സ്തോത്രം.
ദൈവം കൈവിട്ടില്ലല്ലോ. ദൈവം ഇതും കൈവിട്ടില്ല. ആമേൻ. ബൈബിൾ പറയുന്നു അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനാണ്. ആമേൻ. ദൈവം നടത്തിയ കരുതലുകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളെല്ലാം ഇല്ലായ്മകളിലൊക്കെയാണ് വരുന്നത്. അതിൻ്റെ മധ്യത്തിൽ ദൈവം നിങ്ങളെ നടത്തിയ ചില കരുതലുകൾ ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങൾ ഷെയർ ചെയ്യാം. ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് നീണ്ട വർഷക്കാലം ഞാൻ സൂക്ഷിച്ച മധ്യ ആയിരിക്കുന്നല്ലോ. അപ്പോൾ ഒരു കരുതൽ എന്ന് അനുഭവം എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂന്നാമത്തെ മകളാണ്. അവളുടേതായ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ വിവാഹം കഴിപ്പിച്ച് വിടും എന്നുള്ള ഒരു പ്രയാസം മനസ്സിൽ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലല്ല. അപ്പോൾ മകളുടെ വിവാഹം വരുമ്പോൾ എങ്ങനെ വിവാഹം നടത്തും, എങ്ങനെ കെട്ടിച്ചയക്കും എന്നുള്ളതായ ഒരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ കരുതലെന്ന് വെച്ചാൽ ദൈവം എന്നെ ചില രാജ്യങ്ങൾ എന്നെ പോകാനുള്ളതായ ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കാനിടയായി. അവിടെ കുവൈറ്റിൻ്റെ പ്രദേശത്ത് കടന്നു പോകാനിടയായി. അവിടെ പോയി ചില സഭകളിൽ പോയി സൂക്ഷിപ്പാനിടയായി. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത്രയും വർഷത്തെ പഴക്കവും തഴക്കമുള്ള ഒരു പാട്ടുകാരനും ദൈവദാസനും എന്നുള്ള ഇതിൽ എന്നെ മാനിക്കാനിടയായി. ആ സഭയിൽ അവിടെയുള്ള ദൈവമക്കൾ, കോയിലുള്ള ചില ദൈവമക്കൾ എന്നെ സഹായിപ്പാനിടയായി. ആ സഹായത്തിൻ്റെ ഫലത്താൽ ഞാൻ നാട്ടിൽ വരികയും എൻ്റെ മകളെ മറ്റുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ മകളെ എങ്ങനെ വിവാഹം കഴിപ്പിച്ച് അയക്കും, എന്നതാ സാമ്പത്തികം ഉണ്ടോ നിങ്ങൾക്കെന്ന് എന്നോട് ചോദിച്ചു. എന്നാൽ സർവശക്തനായ ദൈവം അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, സർവശക്തനായ ദൈവം, തേജോമനായ ദൈവം, യാക്കോബ് പറയുന്നുണ്ട്, തൻ്റെ മകനായ ജോസഫ് എഫ്രൈം മനേശുമായിട്ട് യാക്കോബ് രോഗിയെ കിടന്നപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നു. യാക്കോബിനെ കാണാനാണ് ജോസഫും എഫ്രൈം മനേശയോട്ട് വന്നപ്പോൾ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ യാക്കോബ് തന്നെത്താൻ അവൻ കട്ടിൽ എഴുന്നേറ്റ് ബലപ്പെട്ടിരിക്കുകയാണ്. വന്നപ്പോൾ സാധാരണ രോഗിയെ നോക്കി വരുന്നവർ ചോദിക്കും സുഖമുണ്ടോ എന്ന്. അങ്ങനെയല്ല, യാക്കോബ് അങ്ങോട്ട് പറയുകയാണ്, സർവശക്തനായ ദൈവം ജോസഫിനോട് പറയുകയാണ്, സർവശക്തനായ ദൈവം, തേജോമനായ ദൈവം, കാനാലിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായ ദൈവം, എന്നെ അനുഗ്രഹിച്ച ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പോറ്റി, എന്നെ പുലർത്തി, എന്നെ കരുതുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞതുപോലെ എന്നെ ദൈവം ആ ദേശത്തേക്ക് കടന്നുപോയി വന്നപ്പോൾ ദൈവം എന്നെ മാന്യമായി ദൈവം എനിക്ക് വേണ്ടി കരുതി. എന്നോട് ചോദിച്ചു, നിൻ്റെ മക്കളെ വിവാഹം എങ്ങനെ നടക്കും, കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കും എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇവിടെ സർവശക്തനായ ദൈവം ഇവരുടെ മധ്യേ മനോഹരമായ രീതിയിൽ അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ്റെ കൂടെ നല്ല ഭംഗിയായി എൻ്റെ മകളെ ചർച്ച് ഓഫ് ബോർഡ് ദൈവസഭയുടെ അസിസ്റ്റന്റ് ഓഫീസറായിരിക്കുന്ന പാസ്റ്റർ PJ മാത്യുയുടെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടത്തി അവരിന്ന് കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പാസ്റ്റർ കർത്താവിൻ്റെ വേലയിൽ ദീർഘവർഷങ്ങളെ പാടുമ്പോൾ തന്നെ പാസ്റ്റർ അനേക ഗാനങ്ങളും പാസ്റ്റർ എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഗാനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ്. ഏതൊക്കെ ഗാനങ്ങളാണ് അത് പാസ്റ്റർ എഴുതിയിട്ടുള്ളത്, അത് ഏതൊക്കെയാണ് എന്നൊന്ന് ഷെയർ ചെയ്യാമോ? എഴുതാനുള്ള ആദ്യം കാരണങ്ങളാണ്. ഈ ഓരോ ഗാനങ്ങൾ എഴുതുന്നതിന് ഓരോ അനുഭവമാണ്. ദൈവദാസന്മാർ ദൈവനം സ്റ്റേജിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാനപ്പോൾ ആ സ്റ്റേജിൽ ഇരിക്കുകയാണല്ലോ, പാട്ട് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ദൈവദാസന്മാർ വചന ശുശ്രൂഷ എഴുന്നേൽക്കുമ്പോൾ അവർ പറയും, അവരെടുക്കുന്ന വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം അടുത്തുപോയി, ആ ദിവസം വേരും കുമ്പം ശേഷിക്കാതെ നശിച്ചു പോവും. ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ആ ദൈവദാസന്മാർ വചനം സൃഷ്ടിക്കുന്നത് ആ കാലഘട്ടത്തിൽ. ഇന്നേക്ക് 30 വർഷം മുമ്പുള്ള അനുഭവമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് തന്നെ
ഞാൻ എൻ്റെ ഡയറി എടുക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് എനിക്കൊരു ഗാനം എഴുതാനുള്ള കൃപ തരണേ എന്ന് ഞാൻ കർത്താവിനോട് പറയും. അങ്ങനെ ഞാൻ ആ സ്റ്റേജ് വെച്ച് ഓരോ ഗാനത്തിൻ്റെയും തുടക്കം ചില 1-2 സ്റ്റാൻസ് അങ്ങനെ എഴുതി ബാക്കി വീട്ടിൽ വന്നാണ് അതിനെ ബാക്കി തീർക്കുന്നത്. അങ്ങനെ ചൂള പോലെ കത്തുന്ന ദിവസം അടുത്തുപോയി, ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകും. ആ ഗാനം എഴുതാനുള്ള ഇടയായി. ചൂള പോലെ കത്തുന്നൂരു ദിവസം വേഗം അടുത്തു പോയി, ചൂള പോലെ കത്തുന്നൂരു ദിവസം വേഗം അടുത്തു പോയി, ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകും, ചൂള പോലെ കത്തുന്നൂരു ദിവസം വേഗം അടുത്തു പോയി. പാസ്റ്റർ വളരെ മനോഹരമായ പാട്ടാണ്. അതുപോലെ ഇനി ബാക്കി പാട്ടുകളെക്കുറിച്ച് 1-2 ചില പാട്ടുകളെക്കുറിച്ച് പറയാം. ഏതൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ ഫേമസ് ആയിട്ടുണ്ട്? യഹോവയാം ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ, യഹെസ്കേൽ 22-14 വാക്യമാണ്. ആ ഗാനം എഴുതുവാനിടയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, പിന്നെ ജീവിക്കുന്ന അവനല്ല, യേശു ക്രിസ്തുവാകുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കുള്ള ദാഹം മനുഷ്യർക്കാഗതമായി. ആമോസ് 8:11 വാക്യങ്ങളത്. അടുത്ത് എന്നെ നടത്തും, എന്നെ വഴി നടത്തും, കരം പിടിച്ച് നടത്തും. ഇങ്ങനെ വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ അങ്ങനെ കൃപയാൽ എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. പാടിയതൊക്കെ കെസ്റ്ററും മാർക്കോസൊക്കെയാണ് പാടിയിട്ടുള്ളത്. പിന്നെ ചൂള പോലെ കത്തുന്ന ദിവസം ആ ഗാനം പാടിയത് ഞാനാണ് കാസറ്റിൽ പാടിയത്. യഹോവ ഇരേ എന്ന കാസറ്റിൽ പാടുവാനിടയായി. പക്ഷേ ഈ ഗാനങ്ങളൊക്കെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അല്ലേ? അതെ അതെ, അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ വരികളൊക്കെ. അതെ അതെ അതെ. അധിക ഗാനങ്ങളും എഴുതിയത് ദൈവവചനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് എഴുതിയത്. ഈ അടുത്ത കാലത്ത് വചനം ഇത് വളരെ വചനം കേൾക്കുവാൻ ജനത്തിന് വളരെ മനസ്സൊക്കെ അങ്ങനെ മടിച്ചിരിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് എന്നെ ചിന്തിപ്പിച്ച് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനങ്ങൾക്കുള്ള ദാഹം ആഗതമായി അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ വചനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതുവാനിടയായി. സ്തോത്രം. അതുപോലെ തന്നെ പാസ്റ്റർ അടുത്ത ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പാസ്റ്റർ ദീർഘവർഷങ്ങളെ കർത്താവിൻ്റെ ഈ വേലയിൽ സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള പലരും കാണുമായിരിക്കാം, ഇഷ്ടംപോലെ നമ്മൾ അറിയാത്ത അധികം പേർ കാണുമായിരിക്കാം. എടുത്തു പറയത്തക്ക ആരെങ്കിലും ഏതെങ്കിലും അനുഭവങ്ങളെക്കുറിച്ച് പാസ്റ്റർ ഷെയർ ചെയ്യാവും? അനുഭവമുണ്ട്. ഗാനശുശ്രൂഷ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി ഓടുന്ന കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ ഗാനം ഞങ്ങൾ വചനങ്ങളെ ക്രോഡീകരിച്ചുള്ള പാട്ടുകൾ ആ കാലഘട്ടത്തിലുള്ള നല്ല അർത്ഥവത്തായ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ ഇതൊക്കെ ടച്ചിട്ടുണ്ട്. അവർ പിന്നെയും പറയുന്നുണ്ട് ഈ ഗാനം ഒന്നുകൂടി പാടും. അങ്ങനെയൊക്കെ നിരവധി ഗാനങ്ങളെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പാടേണ്ടതായ അനേക വേദികളുണ്ടായിട്ടുണ്ട്. നിരവധി വേദികൾ തന്നെ പറയുന്നത് വേറെ തെറ്റിദ്ധരിക്കരുത്. നിരവധി വേദികൾ, നോട്ടാരങ്ങൾ നിരവധി സ്റ്റേജുകളിൽ എനിക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. അന്നത്തെ കാലം നോട്ടാരെന്ന് പറയുമ്പോൾ 1 രൂപ തൊട്ട് 1 രൂപ 2 രൂപയാണ് അന്ന്. അതൊരു 50 രൂപ. അങ്ങനെ നിരവധി വെള്ളട സ്റ്റേഡിയം, കുന്നത്താർ സ്റ്റേഡിയം, കാഞ്ഞംകുളം സ്റ്റേഡിയം, ഇങ്ങനെ നിരവധി സ്റ്റേഡിയങ്ങളിലെല്ലാം പാടിയപ്പോൾ നോട്ടാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷേ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അനേകർ ദൈവഭാഗത്ത് കടന്നു വരാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം അടുത്തുപോയി എന്നുള്ള ഈ ഗാനം ഞാൻ വെള്ളട കേന്ദ്രമാക്കി അവിടെ ഒരു ക്രൂസിലാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നായർ സമുദായപ്പെട്ട ഒരു സഹോദരൻ ഈ ഗാനം കേൾക്കുകയും ഈ ഗാനത്തിൽ കൂടി അദ്ദേഹം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. മാത്രമല്ല അദ്ദേഹം ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ചപ്പോടലെ ഒരു അനുഗ്രഹീതനായ ഒരു ദൈവദാസനായി മാറി. ഇനിയിപ്പോൾ ഈ ചൂള പോലെ കത്തുന്ന അതെ ഒരു ദിവസം വരുന്നുള്ള പാട്ടിൽ ആമേൻ
അതുപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അതെ, നിരവധി ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഗാനങ്ങൾ കൂടി അനേകരെ ആകർഷിച്ചിട്ടുണ്ട്. അനേകർ ദൈവഭാഗത്ത് കടന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ടുണ്ട്. അനേകർ എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഈ ഒരു കാര്യം പാസ്റ്റർ പറയുന്ന പ്രസംഗം കേട്ടതുകൊണ്ടല്ല, ഒറ്റ ഗാനം കേട്ടത്. അതെ, ഗാനത്തിൽ കൂടെയും എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ചെറിയ കഴിവുകൾ കൂടെ എത്രത്തോളം അത് ഫലപ്രാപ്തിയിലേക്ക് വരുന്നു നമ്മൾ തിരിച്ചറിയേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനെ വില കുറഞ്ഞ് കാണാൻ പാടില്ല, അല്ലേ പാസ്റ്റർ? ഓക്കെ പാസ്റ്റർ. അതുപോലെ തന്നെ പാസ്റ്ററിൻ്റെ എനിക്കറിയാം, ഇതിപ്പോഴും പാസ്റ്റർ പറയുമ്പോൾ തന്നെ ഇത് 1-2 പേർ പറഞ്ഞത് കൊണ്ട് മാത്രം തിരിച്ചറിയുന്നു. അപ്പോൾ ലൈവായിട്ട് വരുവാണ്. ഇതല്ലാത്ത എത്രയോ ആയിരങ്ങൾ കാണും. അതെ അതെ, അതൊക്കെ നിത്യത്തിലെത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം വർണ്ണിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അതുപോലെ പാസ്റ്റർ അടുത്ത് ഞങ്ങൾ കാര്യം ചോദിക്കുന്നു. പാസ്റ്റർ ലൈഫിൽ ഓർക്കുമ്പോൾ മറക്കാനാവാത്ത ഒരു അനുഭവം, ദൈവത്താൽ ചെയ്ത ഒരു അത്ഭുതം എന്താണെന്ന് ഷെയർ ചെയ്യാം. ദൈവത്താൽ എനിക്ക് അനുഭവിച്ച അത്ഭുതങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. PV ആശാരിയുടെ സ്റ്റേജുകളിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലാണ് ഞാൻ ധാരാളം കണ്ടിട്ടുള്ളത്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും വിടുതൽ പ്രാപിക്കുന്നതും എല്ലാം ധാരാളം ഞാൻ കണ്ടത് PV ആശാരിയുടെ വേദിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേദിയിലാണ് കണ്ടത്. കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ തെളിയൻ ഹോസ്പിറ്റലിൽ പാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ഈ വലത് ഈ ചെവിയുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പഴുപ്പും രക്തവും ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് അങ്ങ് നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസമായി 2 ദിവസം പിറന്നാളായി അത് കൂടാൻ തുടങ്ങി. എൻ്റെ മുഖം നീരായി വീർക്കാൻ തുടങ്ങി. എൻ്റെ ചെവി വലുതായി. ചെവിയുടെ ഈ വലത് ഭാഗത്ത് ഇത്ര വലിയ ഒരു വ്യാധി വലിച്ചു കൂടുവാനിടയായി. വലിയ വ്യാധി വലിച്ചു കൂടുക. എൻ്റെ മുഖം തന്നെ വികൃത രൂപമായി. ചെവിയെല്ലാം വലുതായി. വളരെ അന്നേരം എൻ്റെ ഭാര്യയും കൂടെ ഉണ്ട്. ഞാൻ ഇതെന്താണ് കർത്താവ് ഇങ്ങനെ വരാനുള്ള കാര്യം എന്താണ്? കർത്താവിന് വേണ്ടി ഞാൻ പാടുകയാണ്. കർത്താവിൻ്റെ വചനങ്ങളെ ഞാൻ അനേകരോട് അറിയിക്കുന്നു. ഇതെന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതം ഇങ്ങനെ വന്നു? കർത്താവെ, അങ്ങ് സൗഖ്യദായകനെന്ന് ഞാൻ പല വേദിയിൽ പറഞ്ഞ ഞാനാണല്ലോ, എനിക്കിത് വന്നല്ലോ കർത്താവെ എന്ന് പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ആശുപത്രിയിൽ പോകാതെ മടിച്ചിരിക്കുമ്പോൾ ചില ദൈവദാസന്മാർ വന്നു പറഞ്ഞു, ഇല്ല ബ്രദറെ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത് നമ്മുടെ കാരക്കോണം CSC മെഡിക്കൽ കോളേജിൽ അവിടെ കടന്നു പോകുവാനും എന്നെ ഡോക്ടർ ബെനറ്റ് എന്ന് പറയുന്ന ആ ദേവദാസ് ഡോക്ടർ എന്നെ ചികിത്സിക്കുവാനും അദ്ദേഹം പറഞ്ഞു. ഞാൻ 7 ദിവസം അവിടെ കിടന്നതിന് ശേഷം 8ൻ്റെ അന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് അതിലേക്ക് വേണ്ടി റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ വേദന ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. എങ്കിലും ഞാൻ അവിടെ കിടക്കുമ്പോൾ ഈ എൻ്റെ മുഖമെല്ലാം വികൃത രൂപമായി. എന്നെ കാണുന്നവർ ഇത് ബാബു ആന്നോ എന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ഓപ്പറേഷന് വേണ്ടി റെഡിയാകണമെന്ന് പറഞ്ഞു. ശനിയാഴ്ചയിലന്ന് രാവിലെ ഒരു ഇഞ്ചക്ഷൻ, ഉച്ചയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷനും ടാബ്ലറ്റൊക്കെ ഉണ്ട്. ഞായറാഴ്ചയിലന്ന് ഞാൻ ഡോക്ടറോട് ആരോടും പറയാതെ തന്നെ, ഹോസ്പിറ്റലിൽ തന്നെ അറിയിക്കാതെ ഞാൻ പതുക്കെ എണീറ്റു. ഞാൻ പുന്നത്തുകാൽ സാരോൺ ചർച്ചിൽ ഞാൻ ആരാധന മുടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്കൊരു ഭാരമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാധന മുടക്കിയിട്ടില്ല. ആരാധന മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാധിയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് നടന്ന് ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം കണ്ണുവെട്ടിച്ച് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ നടന്നു വന്നു. കുന്നത്തുകാൽ സാറൂൺ ചർച്ചിൽ അന്നേരം പാസ്റ്റർ പൊന്നൂസ് അവർ അവിടെ ശുശ്രൂഷിക്കുന്നു. ഞാനവിടെ ആരാധന ഒരു 3:15 പരുവായപ്പോൾ, ഒരു 11:30 ആയപ്പോൾ ഞാൻ അവിടെ കയറിപ്പോയി. എന്നെ കണ്ടപ്പോൾ അവരെ അയ്യോ ബാബു ബ്രദർ ഇതെന്തു സംഭവിച്ചെന്ന്. ഞാൻ അവിടെ ഒറ്റ വാക്കിൽ ഞാൻ എണീറ്റ് പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. എനിക്ക് നാളെ ഓപ്പറേഷനാണ്, തിങ്കളാഴ്ച എനിക്ക് ഓപ്പറേഷനാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവദാസനോടും അവിടെ ദൈവമക്കളോടും ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉടൻ തന്നെ ഞാൻ പിന്നെ ആരാധന തീരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എനിക്കാണ് ഇഞ്ചക്ഷൻ എടുക്കണം. ഞാനവിടെ പോയപ്പോൾ നേഴ്സുമാർ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു, എവിടെ പോയി നിങ്ങൾ, ഈ വ്യാധിയും കൊണ്ട് എവിടെ പോയി? ഞാൻ പറഞ്ഞു ഞാനിവിടെ അടുത്തുള്ള ആലയത്തിൽ ഞാൻ പോയെന്ന് പറഞ്ഞു. എന്നെ ഇച്ചിരി വഴക്ക് പറഞ്ഞു. ഞാനവിടെ അവർ പിന്നെ എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഞാനങ്ങനെ കിടക്കുമ്പോൾ ഈ രാത്രി
ഒരു 12 മണിയായപ്പോൾ ഞാനിങ്ങനെ പിന്നെയും കരഞ്ഞു, കർത്താവേ, അങ്ങ് സൗഖ്യദായകനാണ്, അങ്ങയുടെ അടിപ്പിണലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നിൻ്റെ വചനം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വചനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ദൈവദാസന്മാർ, എന്നെ അറിയാമെന്നുള്ള ദൈവദാസന്മാരെല്ലാം, എൻ്റെ സ്നേഹിതന്മാരെല്ലാം എന്നെ വന്ന് കാണുന്നു. ഈ വചനം എൻ്റെ ക്രിയ ചെയ്തു. ഞാനങ്ങനെ രാത്രി 12 മണിക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ ഒരു ഉറക്കം വന്നു, ഒരു മയക്കം വന്നെന്ന് വേണം പറയാൻ. മയക്കം വന്നു. രാത്രി 12:30 മണിയായപ്പോൾ ഈ വ്യാധി അങ്ങ് പൊട്ടി, അകത്തുകൂടി പൊട്ടി, എൻ്റെ ചെവി കൂടി എല്ലാം ഇഞ്ഞു പോന്നു. ഞാൻ കിടന്ന ബെഡെല്ലാം രക്തവും ഈ പഴുപ്പും കൊണ്ട് അങ്ങ് നിറഞ്ഞു. നേഴ്സ് ഉടൻ തന്നെ എൻ്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു. നേഴ്സിനെ ചെന്നറിയിച്ചു. നേഴ്സ് പറഞ്ഞു, നിങ്ങൾക്കിത് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. പിറ്റേ ദിവസം ഇപ്പോൾ ഡോക്ടർ ബെനറ്റ് വന്നു എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഇവിടെ ഈ ഭാഗത്തുള്ള മുടിയെല്ലാം അവരങ്ങനെ ഇളക്കി, മുടിയെല്ലാം എടുത്തു കളഞ്ഞു, ഈ ഭാഗത്തുള്ള മുടിയെല്ലാം ഇളക്കി കളഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ ഡോക്ടർ വന്ന് ചോദിച്ചു, ബെനറ്റ് ഡോക്ടർ വന്ന് ചോദിച്ചു, നിങ്ങൾക്കിതെന്ത് പറ്റി, എങ്ങനെ സംഭവിച്ചു? ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, ദൈവം എന്നെ സൗഖ്യമാക്കി, എന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം, അന്ന് രാത്രി എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ അനുഭവമാണ്. എന്നെ കർത്താവ് എൻ്റെ അനേകർക്കറിയാം, ഞങ്ങളുടെ ദിളിയൻ ടീം, ഗോസ്പൽ ടീമിലുള്ളവർക്കൊക്കെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാർ പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം, എന്നെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞു എന്നെ വീട്ടിൽ പറഞ്ഞു വിടുന്നു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ കടന്നുവരികയായി. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. എന്നെ ദൈവം ഓപ്പറേഷൻ ചെയ്ത് എന്നെ ദൈവം സൗഖ്യമാക്കി. അത് ഞാൻ അനേകരോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അത്ഭുതം പറയുക മാത്രമല്ല, അത് ജീവിതം കൊണ്ട് അനുഭവിച്ചവനാണ് ഞാൻ. സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായി. വലിയ വ്യാധി നിന്നാണ് ദൈവം എന്നെ, ഞാൻ പേടിച്ചു. ദൈവം എന്നെ തൻ്റെ കരം തൊട്ട് കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണത്, ദൈവത്തിൻ്റെ ഡയറക്റ്റ് ഇടപെടൽ. സ്തോത്രം. അതുപോലെ പാസ്റ്ററെ, ഒരു കാര്യം കൂടെ, പാസ്റ്ററിൻ്റെ ലൈഫിൽ പാസ്റ്റർ പറഞ്ഞല്ലോ, ഒത്തിരി ശ്രേഷ്ഠന്മാരായ ശുശ്രൂഷകന്മാരോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വേദികൾ പങ്കിടാൻ പറ്റിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ ദൈവദാസന്മാരുമായിട്ടാണ് അവർ ജീവനോടിരിപ്പുണ്ടോ, കർത്താവിൽ നിദ്ര പ്രാപിച്ചോ, ആ ദൈവദാസന്മാരെ കുറിച്ചൊന്ന് പറയാം. നിരവധി ദൈവദാസന്മാർ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണ്. പാസ്റ്റർ പി ഡി ജോൺസൺ, പി എൻ സക്രിയ, വി എ തോമസ്, എം ഇ ചാക്കോ, എം എം സക്രിയ, എന്നുള്ള പാസ്റ്റർ കെ എൽ ഷണ്ണി അവർ, ഇങ്ങനെയുള്ള പ്രഗത്ഭം. എന്നിട്ട് പിന്നെ തമിഴ്നാട്ടിലുള്ള നിരവധി ദൈവദാസന്മാർ, ബോംബെയിലുള്ള ദൈവദാസന്മാർ, വിദേശ രാജ്യത്തുള്ള ദൈവദാസന്മാർ, ഇങ്ങനെയൊക്കെ നിരവധി ദൈവദാസന്മാരുടെ വേദികളിൽ ഞാൻ പാടുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ട്. പ്രത്യേകിച്ച് ലാസർ വി മാത്യു, അദ്ദേഹത്തിൻ്റെ വേദിയിൽ, നിരവധി വേദിയിൽ, അദ്ദേഹത്തിൻ്റെ വേദിയിലൊക്കെ സൂക്ഷിപ്പാനിടയായിട്ടുണ്ട്. പിന്നെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ നിരവധി വേദിയിൽ, ബ്രദർഗാർഡതായ ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നുവേണ്ട നിരവധി ദൈവദാസന്മാരുടെ വേദികൾ, ജസ്റ്റിൻ ആൽവിൻ പാസ്റ്റർ എന്നുവേണ്ട ഇങ്ങനെയുള്ള നിരവധി ദൈവദാസന്മാരുടെ വേദിയിൽ സൃഷ്ടിപ്പാനുള്ള ഭാഗ്യമുണ്ടായി. അവരൊക്കെ ജീവിക്കുന്ന ദൈവദാസന്മാരായിരുന്നു. അവർക്ക് 10, 50, 60 വർഷക്കാലം കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൂടി ധീര പടയാളികളവർ. അവരെയൊക്കെ ദൂതുകൾ കേൾക്കുമ്പോൾ തന്നെ ജനം അന്ന് മാനസാന്തരപ്പെടും. അന്ന് പാപത്തെ വിട്ട് രക്ഷിക്കപ്പെടുവാൻ ആരുണ്ടെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ കൂട്ടത്തോടെ ഗണമായിട്ട് രക്ഷിക്കപ്പെടുവാൻ അവരുടെ വചനം കേൾക്കുമ്പോൾ അത്ര ഭയം, ആ വാക്കുകൾ അത്ര കരുത്തുണ്ടായിരുന്നു. അവർ വളരെ ത്യാഗത്തോടെ, അന്ന് അവർ ത്യാഗത്തോടെ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് സൂക്ഷിച്ചപ്പോൾ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അവർ അന്ന് തട്ടടിച്ച സ്റ്റേജുകളൊന്നുമില്ല, വലിയ സൗണ്ട് സിസ്റ്റമൊന്നുമില്ല, കോളാമ്പിയെല്ലാം വെച്ച് കെട്ടി അന്ന് സൂക്ഷിക്കുമ്പോൾ ഇവരുടെ വചനത്താൽ ജനങ്ങളെയും, ഈ വചനമാണ് എന്നെയും കൂടുതൽ ഇത്രയും വർഷക്കാലം പിടിച്ചു നിർത്തുവാനുള്ള കാരണം. എവിടെയൊക്കെ ഇവരുടെയൊക്കെ ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്നുള്ളതായ ശുശ്രൂഷ പോലെയല്ല. അന്ന് അവർ മണിക്കൂറോളം നിന്ന് ആധികാരമുടെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അത് ഇടിവെട്ടും പോലെയായിരുന്നു, ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങളായിരുന്നു. അത് ആ കണത്തിൽ 1000 ജനങ്ങളന്ന് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് സഭകളൊക്കെ വളർന്ന് അവരുടെയൊക്കെ ശുശ്രൂഷ അത് മറക്കാൻ പറ്റത്തില്ല. വി എ തോമസ് എന്ന് പറയുന്ന ദേവദാസനെ കുറിച്ച് അദ്ദേഹത്തെ
ആരെ ആരാധിക്കണം, എന്തിനാരാധിക്കണം, എപ്പോൾ ആരാധിക്കണം, എവിടെ ആരാധന വിഷയം തന്നെ 7 ദിവസമാണ് പുള്ളിയുടെ മെസ്സേജ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അതുപോലെ ലാസർ മാത്യു, അതുപോലെ ബി.ഡി. ജോൺസൺ, നമ്മുടെ സണ്ണി പാസ്റ്റർ, ഇവരൊക്കെ എടുത്തെടുത്ത് പറയുകയാണ്. ഇവരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതൊക്കെ അനുഭവിച്ചവരാണ് ഞാൻ. അതുകൊണ്ട് അവരുടെയൊക്കെ വചന ശുശ്രൂഷയാണ് എന്നെ ഇന്നുവരെ ആത്മീയമായിട്ട് എന്നെ കാനാച്ചൻ, ഇവരുടെയൊക്കെ കോശി വൈദ്യൻ, ഇവരുടെയൊക്കെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ മറ്റു വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ആ കാലഘട്ടമായിരുന്നു. അവിടെ ശുശ്രൂഷ അനേകർ ദൈവഭാഗത്ത് കടന്നു വരുവാനും സഭകൾ സ്ഥാപിക്കുവാനും അനേക സഭകൾ ഉടലെടുക്കുവാനും അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും സഭകളില്ലായിരുന്നു ദൈവദാസനെ. ഇവരുടെ ശുശ്രൂഷ കൊണ്ടാണ് അനേക സഭകൾ ഉടലെടുക്കുവാനിടയായി, ദൈവമക്കൾ പിരിവാനിടയായി. അവരുടെ വചനം കൊണ്ടാണ് കൃപയാൽ എന്നെ ഇന്നയോളം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെല്ലാം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചത് ഭംഗിയോടെ ചെയ്തു, അവർ ചെയ്തു. ഞാൻ ചിന്തിക്കുന്നു ഇതൊരു അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്, അവരോടൊക്കെ ശുശ്രൂഷിച്ച ഒരു അനുഭവം നേടാൻ വേണ്ടി. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ഇത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു കത്തുന്ന ഒരു ദൈവിക തീ എന്താണെന്ന്. സ്തോത്രം. എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടങ്ങൾ ദൈവം തൻ്റെ ദാസനെ നടത്തി എന്നുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, അതുപോലെ പാസ്റ്ററിൻ്റെ മക്കളെയും പാസ്റ്ററിൻ്റെ ഭാര്യയെയും കുറിച്ച് 2 വാക്ക് പറയാമോ? കുടുംബം. ഹല്ലേലൂയ, സ്തോത്രം. 1984 ഞാൻ വിവാഹിതനായി. കുടങ്ങോള AG ചർച്ചിൽ ഉള്ള വിശ്വാസിയാണ് എൻ്റെ ഭാര്യ. ഭാര്യയുടെ പേര് ദീന എന്നാണ്. ഞാൻ രക്ഷയിലേക്ക് വരുന്ന മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവളാണ് അവൾ. അതുകൊണ്ട് അതൊരു ഭയങ്കര സംഭവമാണ്. പല ഭാഗത്ത് പോയി ആ കാലഘട്ടത്തിൽ 1984 കാലഘട്ടത്തിൽ ഞാനെല്ലാം പോയി പല ഭാഗത്ത് പോയി ഇങ്ങനെയൊക്കെ വിവാഹാലോചന ആലോചിച്ചു. ദൈവം എന്നോട് ദർശനം തന്നു. ദൈവം എനിക്കതും ദർശനം തന്നു. എല്ലാം ദർശനത്തിൽ കൂടിയാണ്. ദൈവം എന്നോട് ദർശനം പറഞ്ഞു, നെയ്യാറ്റിൻകര കുടങ്ങാവള എന്നോട് പറഞ്ഞു, അവിടെ നിനക്ക് വേണ്ടി ഞാൻ ഒരു തുണയെ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഞാൻ അവിടെ കടന്നു പോകാനും, അവളവിടെ അസംബ്ലി സെക്രട്ടറിയുടെ വിശ്വാസിയായിരുന്നു. അങ്ങനെ ദീനയിൽ ചെന്ന് കാണുവാനും 1984 വിവാഹം കഴിച്ചു. ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ നൽകുവാനിടയായി. മൂത്തവൻ്റെ പേരാണ് നെബു. അവനെന്നറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തനം അറിയപ്പെടുന്ന പാട്ടുകാരനാണ് നെബു, TD നെബു എന്ന് പറയും. അവന് വിവാഹം കഴിഞ്ഞു. അവൻ്റെ ഭാര്യയും നല്ലൊരു പാട്ടുകാരിയാവുന്നു. പിന്നെ 2ാമത്തെ മകൻ, അവൻ കാർപ്പൻ്ററാണ്. അവൻ തബലയൊക്കെ വായിക്കും, കാർപ്പൻ്ററാണ്. അവന് വിവാഹം കഴിഞ്ഞു, 1 വർഷമായി. 3ാമത്തത് മകളാണ്. അവളുടെ പേര് നിസി TD എന്നാണ്. അവിടെ ഒരു സുവിശേഷകൻ വിവാഹം കഴിച്ചു. അതിൻ്റെ പേര് പാസ്റ്റർ ബൈജു എന്നാണ്. അവർ മഹാരാഷ്ട്ര നാഗപ്പൂരിൽ നിന്നും 30 കിലോമീറ്റർ മാറി കാപ്രക്കേട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ശുശ്രൂഷ ബന്ധം, അവിടെ കുറേ ദൈവമക്കൾ ഹിന്ദിക്കാർ അവിടെ ഇടയിൽ പോയി സുവിശേഷ പ്രവർത്തനം നടത്തി അവിടെ സഭ സ്ഥാപിച്ചു. അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 ആൺകുട്ടികളുണ്ട്. മൂത്തവന് 6 വയസ്സായി, 2ാമത്തവന് 2 വയസ്സായി. അവർ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല. അപ്പം ഞങ്ങൾ കുടുംബം ഒരു ചുരുക്കി പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നത് വേറെ തെറ്റിദ്ധരും, ഞങ്ങളൊരു ലേവ്യ കുടുംബം പോലെയാണ്. ലേവ്യ പൗരോഹിത്യ കുടുംബമാണ് ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. സ്തോത്രം. അതെനിക്ക് പിന്നെ എൻ്റെ മക്കൾ തന്നെ ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു. ദൈവഭാഗ്യം. ഇന്നലെ ഇന്നും കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ കൊച്ചു പ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതുപോലെ ഞാനും എൻ്റെ ഭാര്യയും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട പോലെ അവരും കൊച്ചു പ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടുകൊണ്ട് എനിക്ക് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു മക്കളെക്കുറിച്ച്. ഭാര്യയും അവളും കൊച്ചു പ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു. അവൾ നല്ല പ്രാർത്ഥിക്കുന്നവളാണ്. എന്നെക്കാളും കൂടെ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്ന എൻ്റെ ഭാര്യയാണ്. അവിടെയും കൂടി ഒരു പ്രാർത്ഥനയുടെ കൂടെ കരുത്തുകൊണ്ടാണ് കൃപയാൽ ഇന്നും എന്നെയും നിർത്തി. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങളെ ദൈവം അത്ഭുതകരമായി സകലവിധ ദോഷങ്ങളും വിടിവിച്ച് ഇന്നുവരെയും കർത്താവ് നിർത്തിയിരിക്കുന്നു. വളരെ സന്തോഷം പാസ്റ്ററിൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ, ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ. അതുപോലെ പാസ്റ്ററെ, അവസാനമായി പാസ്റ്ററിൻ്റെ ദീർഘവർഷ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു പുതിയ തലമുറ കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ട് ഇറങ്ങിയിരിക്കുക, അവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും അവർക്ക് കൊടുക്കേണ്ട സന്ദേശം ചില വാക്കുകൾ ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് സ്തോത്രം, ഇപ്പോഴേ ഉള്ള അനേക സുവിശേഷന്മാർ പറയാനുണ്ട്. അവർ കൊടുക്കുള്ളത് ഞാൻ പറയട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആഗതമായിക്കൊണ്ടിരിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്നുള്ള ജനം അധർമ്മം പെരുകുന്നുകൊണ്ട് അനേകര സ്നേഹം തണുത്തു പോകുന്നു.
കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറയാനിടയായി. വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വിശ്വാസങ്ങൾ തണുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത്രത്തോളം ഒരു വിശുദ്ധിയിലോ വേർപാടിലോ ജനം കടന്നു വരുന്നില്ല. കാരണം പകുതി ലോകവും പകുതി ദൈവമോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത്? സ്തോത്രം, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള സുവിശേഷ പ്രവർത്തനം വേറെ ഒരു പുതിയ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതിനോട് അത്ര യോജിക്കാൻ വെക്കത്തില്ല. ഞാൻ ഓൾഡ് ജനറേഷനുള്ള ആളാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ന്യൂ ജനറേഷനോടുള്ള അത്ര എനിക്ക് ഒരു താല്പര്യം എനിക്ക് അത്ര തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ സുവിശേഷീകരണം ഈ അനുഗ്രഹമാണ്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് യുവതലമുറ അവർ കരുതുന്നു, കർത്താവിലേക്ക് വന്നാൽ എന്നെ ഭൗതികമായിട്ട് ദൈവം അനുഗ്രഹിക്കും, എന്നെ ശാരീരികമായിട്ട് എന്നെ അനുഗ്രഹിക്കും, ആത്മീയമായി അനുഗ്രഹിക്കും, ഭൗതികമായിട്ട് എന്നെ കൂടുതലായി അനുഗ്രഹിക്കും എന്ന ഒരു മെത്തേഡ് ഇപ്പോഴങ്ങനെ വന്നിരിക്കുകയാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ എനിക്ക് ഒക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതല്ല ജനം. ഞാൻ പറയട്ടെ, ഇവർ യഥാർത്ഥമായി ഹൃദയംഗമായി കർത്താവിനെ അല്പമായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയോടും ആഗ്രഹിക്കുന്നത്. ഭൗതികത്തിൻ്റെ പുറകെ പോകണ്ട, ഭൗതികം നമ്മുടെ പുറകെ വന്നോളും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരുന്ന വചനം പറയും. നാം ഭൗതികത്തിൻ്റെ പുറകെ പോകണ്ട. ദൈവം നമുക്ക് അന്നു വേണ്ട ദൈവം നമുക്ക് തരും. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പക്ഷികളെ നോക്കുവിൻ, മൃഗങ്ങളെ നോക്കുവിൻ, അവർക്ക് വേണ്ടതെല്ലാം ദൈവം ഞാൻ കൊടുക്കുന്നില്ലേ. അങ്ങനെയെങ്കിൽ എത്രയോ വിശേഷപ്പെട്ടല്ലേ നിങ്ങൾക്ക് എന്താണ് വേണമെന്നുള്ള ഈ കർത്താവിനറിയാം. കർത്താവ് അത് തരും. പക്ഷേ ഇപ്പോഴത്തെ തലമുറ നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ആഡംബര ജീവിതമാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾ കഷ്ടമനുഭവിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ജനം വചനത്തിലേക്ക് കടന്നു, വചനം കൂടുതൽ പാരായണം ചെയ്യണം, വചനത്തിൽ കൂടുതൽ വേരുന്നതാണ്. വചനം എന്താണോ അതിൽ വേരുന്നതാണ്. അങ്ങനെ മുൻപോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു ഇവർ വചനത്തിൽ, കാരണം ഒരു ദൈവദാസന്മാരുടേതായ എല്ലാ ദിവസവും ചില ദൈവദാസന്മാരുടേതായ ചില കുറവുകളെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൗതിക അനുഗ്രഹത്തിന് പുറകെ പോയതുകൊണ്ട് അനുഗ്രഹിക്കും അത് വിട്ടിട്ട് നിർമ്മലമായ സുവിശേഷം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം അവർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഇത്രയും സമയങ്ങൾ പാസ്റ്റർ തൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചല്ലോ. വളരെ ഞങ്ങളുടെ ഒരു ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു പാസ്റ്റർ അങ്ങോട്ട് പങ്കുവച്ചത്. ഈ സാക്ഷ്യങ്ങൾ, തൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ യുവതലമുറകൾ ആരെങ്കിലും ഇത് ശ്രവിക്കുന്നെങ്കിൽ ഓർക്കണം, അവരുടെ കാലഘട്ടത്തിൽ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം പൂർണ്ണ മനസ്സോടെ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്ത് നിവൃത്തിയാക്കി. സഭകളില്ലാത്ത സഭകൾ ഉണ്ടായി. സുവിശേഷം എത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെട്ടു. അവരൊന്നും പ്രതീക്ഷിച്ചില്ല, കഷ്ടം സഹിച്ചു, നിന്ന സഹിച്ചു. പക്ഷേ അതിന് റിസൾട്ടുകളുണ്ടായി. ആയിരക്കണക്കിന് ആത്മാക്കൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക സഭകളും ഒട്ടുമിക്ക ദൈവജനമൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെ കാലഘട്ടങ്ങളിൽ ദൈവം വച്ചൊരു ഉണർവിൽ കൂടെ, പ്രവർത്തനത്തിൽ കൂടെ എഴുന്നേറ്റിട്ടുള്ളവരാണ്. അതെ, നമ്മുടെ കരങ്ങളിലും ഈ കാലഘട്ടത്തിൽ ദൈവം ബാറ്റൻ കൈമാറിയിട്ടുണ്ട്. മടിച്ചിരിക്കരുത്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, ആത്മാക്കൾ നേടുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ചർച്ചപ്പോട് ദൈവസഭയുടെ ഒരു എളിയ ശുശ്രൂഷനും കൂടെയാവുന്നു. കാരക്കോണം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. കൂടാതെ ഒരു പോയിൻ്റ് കൂടെ എനിക്ക് വിട്ടുപോയി. എൻ്റെ മധ്യ ഇരിക്കുന്ന ദൈവദാസൻ്റെ എനിക്ക് ശിവഭാഷയുടെ പപ്പയും അമ്മയും അവർ കുടുംബമായിട്ട് ആഴമേറിയ 35 വർഷങ്ങളുള്ള ബന്ധം ഇന്നും എനിക്ക് പ്രിയപ്പെട്ട പാസ്റ്റർ കുടുംബമായിട്ടുള്ള പപ്പയും അമ്മയുമായിട്ടുള്ള ബന്ധം എനിക്കിന്നുമുണ്ട്. സ്തോത്രം, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതിന് ശേഷമാണ് ഷിബു പാസ്റ്റർ കർത്താവിൻ്റെ വേരുടെ ബന്ധത്തിൽ നല്ലൊരു അനുഗ്രഹീതനായ ദൈവദാസനും തിരുവനന്തപുരം ഭാഗത്ത് അനുഗ്രഹമായ ചർച്ചപ്പോണ്ട് വേരുടെ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. എങ്കിലും ഇന്ന് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ഇപ്രകാരം
ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് സ്തോത്രം സൃഷ്ടിപ്പ് ഇതൊക്കെ പങ്കുവയ്ക്കാൻ ദൈവം തന്ന ഭാഗ്യത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ കൺവെൻഷൻ സ്റ്റേജുകൾ ദേവാസ് നേരത്തെ പറഞ്ഞതുപോലെ പായൊക്കെ ഓലയൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് ഇവരുടെ പാട്ടുകളൊക്കെ ഒത്തിരി ആസ്വദിച്ചിട്ടുള്ള ഞങ്ങൾ കർത്താവ് ഇത്രത്തോളം ദൈവദാസനെ മാനിച്ചല്ലോ. ഭൗതികമായിട്ട് അധികം ഒന്നും നേടിയിട്ടില്ലെങ്കിലും ദൈവരാജ്യത്തിൽ ഇവരൊക്കെ വിശ്വസ്തരായിരുന്നു. നിശ്ചയമായിട്ടും ദൈവം ഒരു അനുഗ്രഹിക്കും. പാസ്റ്റർ ഹാർവസ്റ്റ് ടിവിയോട് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ, ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിൽ താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്രകാരം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹാർവസ്റ്റ് ടിവിക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരുടെ ലൈഫിലും വലിയ ബ്ലെസ്സിങ് ആയി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.